കഴിഞ്ഞ ദിവസമുണ്ടായ 4 പേരുടെ മരണമല്ലേ? നമ്മുടെ മക്കളെ പോലെ മുറ്റത്ത് ഓടിക്കളിച്ച് നടക്കേണ്ട 2 പിഞ്ചോമന മക്കള്, അച്ഛനും അമ്മുമ്മയും എല്ലാവരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. സാമ്പത്തിക പ്രശ്നമല്ല. അയൽവാസികളും നാട്ടുകാരും എല്ലാം പറയുന്നത് സാമ്പത്തിക പ്രശ്നമല്ല, ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്ന പ്രശ്നം, ഈഗോ ക്ലാഷ്. പലവട്ടം ഭർത്താവ് ഒരുമിച്ച് പോകാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഭാര്യയുടെ പിടിവാശി മൂലമാണ് ആ ബന്ധം തകരുന്നത്. സ്വന്തം നെഞ്ചത്ത് കിടത്തിയുറക്കിയ കൊച്ചുമകളെ അതിന്റെ പേരിൽ അമ്മ കേസ് കൊടുക്കുകയാണ്, പോക്സോ കേസ്. അതിലെ അപ്പൂപ്പൻ പിന്നീട് വീട് മാറി താമസിക്കുകയാണ്. ഇനി ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതി അദ്ദേഹം തന്നെ വീട് മാറി താമസിക്കുകയാണ്. ആ അപ്പൂപ്പൻ കൊച്ചുമക്കൾക്ക് മിഠായുമായിട്ട് വന്ന സമയത്താണ്, മരണം അറിയുന്നില്ല, അവിടുന്ന് ആത്മഹത്യാക്കുറിപ്പ് കിട്ടുന്നത്. അതുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് അദ്ദേഹം ആ ഒരു മരണമൊക്കെ അറിയുന്നത്. അല്ലേ, എന്തുമാത്രം തകർന്നു പോയി കാണും. ഭാര്യ പോയി, മകൻ പോയി, കൊച്ചുമക്കൾ പോയി. ഇനി ആരാണ് അദ്ദേഹത്തിനുള്ളത്? അല്ലേ, ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളുണ്ടല്ലേ. ഒന്ന് സംസാരിച്ചാൽ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എന്താ പറയുന്നത്, എവിടെയെങ്കിലും പോയി സംസാരിച്ച് ഒരു വിട്ടുവീഴ്ച മനോഭാവത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാകും. അതിന് പകരം താനാണ് ജയിക്കേണ്ടത്, തനിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നൊരു മനോഭാവത്തിൽ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആ ഒരു കൊടും കുറ്റകൃത്യത്തിലോട്ട് പോകുന്നത്. എന്തായാലും ഈ 4 പേരെയും മരിച്ചതല്ല, ആത്മഹത്യ ചെയ്തതല്ല, കൊന്നതാണ്. അതും ആ കൊന്നത് ആ അമ്മയ്ക്ക് ഒരു പങ്കുണ്ട്, ആ കൊച്ചുമക്കളുടെ അമ്മയ്ക്ക് ഒരു പങ്കുണ്ട് ഇതിൽ. അദ്ദേഹം പറയുകയാണ്, ആത്മഹത്യാക്കുറിപ്പിൽ എഴുതുകയാണ്, ഇനിയും എനിക്ക് സഹിക്കാൻ വയ്യ, സഹിക്കാവുന്നതിലപ്പുറത്തായി ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് മക്കൾക്ക് പാലിൽ വിഷം കൊടുത്ത് അവര് അമ്മയും മകനും തൂങ്ങി മരിച്ച് ആത്മഹത്യ ചെയ്യുന്നു. അല്ലേ, എന്നാലോചിച്ച് നോക്കണം. ഇനി ആ അപ്പൂപ്പൻ ആരുണ്ടല്ലേ, എല്ലാവരും പോയി. ആ ഒരു നാടിനെ മൊത്തം കണ്ണീരിൽ എഴുതിക്കൊണ്ടിരിക്കുക. നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറത്താണ് നമ്മുടെ മക്കളെ പോലെ ഇനിയും ഒരുപാട് നാള് മുറ്റത്ത് ഓടിക്കളിച്ച് വളർന്നു വലുതാകേണ്ട കൊച്ചുമക്കളല്ലേ.